ഒരു സിംഗിളായിട്ടൊരു പേഴ്സൺ വന്നതിനേക്കാൾ കൂടി ഒരു കുടുംബമായിട്ടൊരു പേഴ്സൺ വരുമ്പോൾ അംഗീകരിക്കും. കാര്യം പക്ഷേ കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് കുടുംബമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം, ഉടമ്പടിയായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. ഉടമ്പടി ഇല്ലാത്ത ബന്ധമില്ലാത്ത ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അപ്പുറത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനെ കാണാൻ ഡേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരൻ കെട്ടിയെടുത്ത് പോകുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും. മാറിക്കിടമെന്ന് പറയും ഞാൻ. കാര്യം അയാൾക്കറിയാം അയാൾ ഇതിൻ്റെ ഓഹരിയില്ലാത്ത ആളാണ്. അപ്പോൾ അനുഗ്രഹം ചുമ്മാ തലേ തുണിയിട്ട് വന്ന് അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അതല്ല, നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അറിയാം കറക്റ്റും കർത്താവിൻ്റെ ലെവലിലാണ് അത് പോണത്. ഇനി ചില ആൾക്കാർക്കുണ്ട് ഒരു അനുഗ്രഹം മേടിച്ച് കിട്ടിയാൽ പിന്നെ ജീവിതം കർപ്പീകരിക്കാൻ വേണ്ടി ദൈവത്തോട് ഓപ്പൺനെസ് ഉള്ളവരുണ്ട്. അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവരെ ഞാൻ വിളിപ്പിക്കും ഇങ്ങോട്ട്, ഇന്ന് നിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലേ വരാൻ പറയും. അപ്പോൾ അവരോട് അവിടെ തലയൊക്കെ ഒഴിക്കുമ്പോൾ പറയും നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ, നിൻ്റെ കൊച്ചു വന്നിട്ടുണ്ടല്ലോ, വരാൻ പറയും. അവർക്കിതോട് ബന്ധമില്ല. പക്ഷെ അവർ വരുമ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ അവർ വരണത്. അപ്പോൾ അവരതോടുകൂടി തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊരു കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവും ഒരുമിച്ച് ദൈവവുമായിട്ടുള്ള ജീവിതവുമാണ്. ഞാൻ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആദ്യമേ വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങളുടെ അനന്തരം ഉടമ്പടി അനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞ അതാണ്, നിനക്ക് തോൽപ്പിക്കാം, നീ തോക്കുമെന്ന് കണ്ടാൽ മുൻകൂട്ടി ചെന്ന് അവനുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന്. അതുപോലെ തന്നെ നീ ഈ വിഷയത്തിൽ നാളെ പിഴച്ചു പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം. കർത്താവേ, ഞാൻ വീഴാതിരിക്കാൻ എന്നെ താങ്ങണം, എനിക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, നീ എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥത്തോട് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കും. പക്ഷെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി അനന്തര ജീവിതം ഉടമ്പടിയുടെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നീ ഒരു കാര്യവും കണ്ടിട്ട് പിന്നെ ഉടമ്പടിയൊക്കെ വലിയ പാടല്ലേ ജീവിക്കാൻ, ആർക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ കഠിനമാണെന്നൊക്കെ പറയും. അവർക്ക് ചിലപ്പോൾ കഠിനമായിരിക്കും, കഠിനമല്ലെന്ന്. കാര്യം അവരുടെ ജീവിതം അങ്ങനെ വഴിപിഴച്ച ജീവിതമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മാത്രം ദൈവത്തിലേക്ക് വന്നിട്ട് വല്ലതും ഒക്കണമെങ്കിൽ ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരിക്കും നടത്തുന്നത്. പക്ഷെ അവർക്ക് ഒരു അവസരം ദൈവം തരികയാണ്. അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിൽക്കാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക്. കർത്താവ് എന്നെ നിലനിർത്തി തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ അരൂപിയിൽ നിലനിർത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താ നിങ്ങൾക്കറിയാവോ? ഒരുത്തൻ ഒരിക്കൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി കൃപയിലേക്ക് വന്നു, വീണ്ടും നിങ്ങൾ വീണുപോയാൽ എബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഉടമ്പടി ജീവിതത്തിന് ശേഷം അനുഗ്രഹം കിട്ടി അഭിഷേകം ലഭിച്ചതിന് ശേഷം വീണ്ടും അളിയാൻ പറഞ്ഞ് ആഘോഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പിന്നെ ഉടമ്പടി എടുത്ത് വിജയിക്കത്തില്ല. അതാണ് വിഷയം. അവനെ പട്ടി എന്നൊക്കെ വിളിക്കണം ദൈവം, പട്ടി പന്നി എന്നൊക്കെ വിളിക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ വിശുദ്ധി പ്രാപിച്ചു, ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ, അവൻ്റെ ജഡികമായ മോഹങ്ങളെ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവന് ദൈവം വിളിക്കുന്നത് പന്നി എന്നാണ്, അല്ലെ പട്ടി എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും ഉരുളുന്നു, പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെയും തിന്നുന്നു. കണ്ട, ആ പഴയ മ്ലേച്ഛത വീണ്ടും തിന്നണമെന്നാണ് പറയണത്. നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. ഉടമ്പടി ഉഴപ്പിയിട്ട് പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കണ വിളിയാണ് ആരും നായി ആവില്ല, പട്ടിയായി. പട്ടി ഛർദ്ദിച്ചത് തന്നെ
വീണ്ടും ഭക്ഷിക്കുന്നു. പഴയ അഴുക്ക് കെട്ട ജീവിതത്തിലേക്ക് പോവുകയാണ്, വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എപ്പോഴും ഓർത്തേക്കണം, ഇതൊരു ദൈവമായിട്ട് ഇടപെടുന്നത്. ദൈവത്തിന് മരണമില്ലാത്ത കാരണം ഇത് ജീവിതം. ഇപ്പം ഞാൻ ഇന്നലെ അയർലൻഡിൽ നിന്ന് ഒരു അച്ഛൻ വന്നു, എന്നെ അയർലൻഡ് ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോയി അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്ത് സന്തോഷവും സ്നേഹമാണ്. എന്താ പറഞ്ഞാൽ, എൻ്റെ അച്ഛാ, കഴിഞ്ഞ കൊല്ലം അയർലൻഡിൽ നടത്തിയ ഉടമ്പടിയുടെ ആൾക്കാർ, ഉടമ്പടി ധ്യാനമാണ് അവിടെ നടത്തിയത്, അവർ ഇന്നും നമ്മുടെ എല്ലാ പള്ളികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാവരും ഇന്ന് കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാവരും ഇന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ട്. അവരാരൂപി വിട്ടു പോകണില്ലെന്ന്. എന്ത് രസമാണ് കേൾക്കാൻ. ഒരു ഫോളോ അപ്പുമില്ല, ആരും അവിടെ ചെല്ലണില്ല. ഉടമ്പടി അതിൽ തന്നെ സെൽഫായിട്ട് തന്നെ നിങ്ങൾ നിലനിർത്തും. കാര്യം ഉടമ്പടിയിൽ അരൂപി അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അരൂപി നിങ്ങളില്ലെങ്കിൽ അതവിടെ തന്നെ വസിക്കും. അതാണ് പ്രശ്നം. പക്ഷേ ഉണ്ടെങ്കിൽ, വേറെ അരൂപി ഉണ്ടെങ്കിൽ, നീ ഒരു സമാധാനം ആശംസിച്ച് കഴിഞ്ഞാൽ, നീ ഒരു സ്നേഹം ആശംസിച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസം ആശംസിച്ച് കഴിഞ്ഞാൽ, അതിനോട് സഹകരിക്കാനുള്ള അരൂപി അവിടെ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കും. അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്. നീ ഏത് ഭവനത്തിൽ ഇട്ടേക്കപ്പെടുമ്പോൾ 10:12 നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സമാധാനം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് സ്വീകരിക്കാൻ അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. നിലനിൽക്കും. അർഹതയില്ലാത്തതെങ്കിൽ, അർഹതയില്ലാത്ത വേറെ അരൂപി ഉണ്ടല്ലോ, വേറെ അരൂപി. സായിപ്പ് വരുമ്പോൾ കവാത്ത് മറക്കത്തില്ലേ? നോട്ട് ഇട്ടിപ്പിക്കാം, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയുള്ള പെണ്ണ് കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അരുവി വേറെയാണെന്ന് മനസ്സിലായില്ലേ? അത് ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്കും ബാധകമാണ്. നിൻ്റെ ശരീരത്തിന് എതിരായിട്ടുള്ളൊരു പാപം നിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അരുവി ചേഞ്ച് ചെയ്യുന്ന അർത്ഥം. ജഡാരൂപിയിലായി നീ പ്രവർത്തിക്കണത്. ഈ ജഡാരൂപി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും, തിരിച്ചു പോരും. പരിശുദ്ധാത്മാവ് തിരിച്ചു പോരും. അതാണ് അതിൻ്റെ അരൂപി അവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കും. അപ്പോൾ ഈ ദൈവകൃപയിൽ നിലനിൽക്കുകയാണെങ്കിൽ നീ ഉടമ്പടി ഐശ്വര്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നീ ദൈവകൃപയിൽ നിന്ന് വ്യതിലിച്ച് മാഞ്ഞാൽ സാധനം തിട്ടടിക്കാം. തിട്ടടിച്ചാൽ എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ പോകും. പക്ഷെ അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട് ഇത് അവസാനിക്കത്തില്ല. വൺസ് ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ? ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ, ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ ദൈവം ഇറങ്ങി, നമുക്കറിയാം, ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൈവം ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആര് കയറിയിരിക്കും? പിശാച് കയറിയിരിക്കും. ക്രിസ്തു നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇറങ്ങി മാറി നിൽക്കും. നമുക്ക് ക്രിസ്തുവിൻ്റെ അരുവിയോട് നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അരുവി നിലനിന്ന് പോകും. അല്ല, നമ്മൾ സഹകരിക്കാതെ പണം കണ്ടപ്പോൾ കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിസ തട്ടിപ്പൊക്കെ നടത്തി ഏജൻസി കളിച്ച് അവൻ്റെ പണം പിടുങ്ങി അവൻ സമ്പത്തിൻ്റെ പിശാചിനെ നീ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ടക്ക് നീ സാധനം അടിച്ചു മാറ്റും. അപ്പോഴത്തെ അരി മാറും. വളരെ ശ്രദ്ധിച്ച് വേണം. ദൈവത്തെ കൊണ്ട് ജീവിക്കണമെങ്കിൽ ദൈവത്തെ കൊണ്ട് തന്നെ ജീവിക്കണം. പിന്നെ പിശാചിനെ കൊണ്ട് ജീവിക്കാൻ ദൈവത്തെ കൊണ്ട് ജീവിക്കണം. പോരട്ടെ എന്നുള്ള ജഡത്തിൻ്റെ അരൂപികളുണ്ടല്ലോ, അതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ അന്ത്യസ്ഥിതി, ബൈബിൾ പറഞ്ഞതാണ്, അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കും എന്നാണ്. ഇപ്പൊ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? 10:12-43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. പഴയ കക്ഷികളൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഉടമ്പടി കൊണ്ട് നിങ്ങൾ ഉടമ്പടി ജീവിച്ചതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പഴയ കക്ഷികൾ, ഇറങ്ങിപ്പോകുന്ന കക്ഷികളൊക്കെ തിരിച്ചു വരും. എന്തൊക്കെയാണത്? ആദ്യം പറഞ്ഞ കക്ഷികൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ആഭിചാരം, വ്യഭിചാരം, ദുഷ്ടത, പരദൂഷണം, ഈ സാധനമൊക്കെ തിരിച്ചു വരും.
ഇതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കർത്താവ് ഇറങ്ങി പോന്നു കഴിഞ്ഞു, കർത്താവ് ഇരുന്ന ചെയർ മാത്രമേ ഉള്ളൂ, ഇപ്പം ചെയറിൽ ഇരിക്കണത് മറ്റേ കക്ഷിയാണെന്ന്. അതാണ് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം. ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസിയുമാണ്, അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അവളുടെ പ്രാർത്ഥന, സ്വാതികൃഷ്ണയുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന. കർത്താവേ, എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത്. എന്തൊരു പ്രാർത്ഥനയാണ്! സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ്. അതൊരു അക്രൈസ്തയുടെ വായിന്ന് വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ? ഒരു ഒന്നൊന്നര അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടമ്പടിയിലൂടെ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.